നാം ഇപ്പോൾ കടക്കുന്നത് അതിശക്തമായൊരു ഊർജത്തിലേക്കാണ്. ഹൃദയത്തിൻ്റെ തിരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ദ ലവേഴ്സ് ആ തീരുമാനങ്ങളെ വിജയപഥത്തിലെത്തിക്കാൻ ആവശ്യമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും പ്രതീകമാണ് 7-ാം നമ്പർ കാർഡായ ദ ചാരിയറ്റ്. ഇത് വെറും ഒരു യാത്രയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ വിരുദ്ധ ശക്തികളെ അടക്കി ഭരിച്ചുകൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുന്ന ഒരു പോരാളിയുടെ പ്രയാണമാണ്. 1. ചിത്രത്തിലെ പ്രതീകങ്ങളും അവയുടെ അർത്ഥവും. രഥം ദ ചാരിയറ്റ്. ഇതൊരു സാധാരണ രഥമല്ല, കല്ലുകൊണ്ട് നിർമ്മിച്ച ചതുരാകൃതിയിലുള്ള ഒന്നാണ്. ഇത് മാറ്റമില്ലാത്ത നിശ്ചയദാർഢ്യത്തെയും ഭൗതിക ലോകത്തെ വിജയത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. കറുപ്പും വെളുപ്പും സിംഹങ്ങൾ ദ സ്ഫിങ്സസ്. രഥം വലിക്കുന്നത് 2 സിംഹങ്ങളാണ്. ചില ഡെക്കുകളിൽ സ്ഫിങ്സുകൾ, ഒന്ന് കറുപ്പും മറ്റൊന്ന് വെളുപ്പും. ഇത് നമ്മുടെ വികാരങ്ങളെയും ബുദ്ധിയെയും ദ്വൈതം സൂചിപ്പിക്കുന്നു. അവ 2 വശത്തേക്ക് വലിക്കാൻ നോക്കുമ്പോൾ അവയെ ഒരുമിച്ച് ചേർത്ത് നേർരേഖയിൽ നയിക്കുക എന്നതാണ് രഥയാത്രക്കാരൻ്റെ വെല്ലുവിളി. കയ്യിൽ ചരടുകളില്ല, നോ റെയിൻസ്. ശ്രദ്ധിച്ചു നോക്കിയാൽ പോരാളിയുടെ കയ്യിൽ കുതിരയെ അഥവാ സിംഹങ്ങളെ നിയന്ത്രിക്കാനുള്ള ചരടുകൾ ഇല്ല എന്ന് കാണാം. ഇത് സൂചിപ്പിക്കുന്നത് അവൻ തൻ്റെ ഇച്ഛാശക്തി അഥവാ വിൽ പവർ കൊണ്ടും മനസ്സിൻ്റെ കരുത്തുകൊണ്ടുമാണ് അവയെ നിയന്ത്രിക്കുന്നത് എന്നാണ്. നക്ഷത്രങ്ങൾ പതിപ്പിച്ച മേലാപ്പ് ദ കനോപ്പി. രഥത്തിന് മുകളിലുള്ള നീല നക്ഷത്രങ്ങൾ പ്രപഞ്ചശക്തിയുടെ സംരക്ഷണത്തെയും ആത്മീയമായ ഉന്നതിയെയും സൂചിപ്പിക്കുന്നു. തോൾ പലകയിലെ ചന്ദ്രക്കലകൾ യുറിം ആൻഡ് തുമിം. അവൻ്റെ തോളിലുള്ള ചന്ദ്രക്കലകൾ വികാരങ്ങളുടെ മേലുള്ള അവൻ്റെ ആധിപത്യത്തെ കാണിക്കുന്നു. 2. നിറങ്ങളുടെ രഹസ്യം. മഞ്ഞ യെല്ലോ. പശ്ചാത്തലത്തിലെ മഞ്ഞ നിറം വിജയത്തെയും ബുദ്ധിശക്തിയെയും പ്രകാശിപ്പിക്കുന്നു. നീലയും വെള്ളയും ബ്ലൂ ആൻഡ് വൈറ്റ്. വസ്ത്രത്തിലെ നീലയും വെള്ളയും നിറങ്ങൾ ആത്മീയമായ ശുദ്ധിയെയും അറിവിനെയും സൂചിപ്പിക്കുന്നു. കറുപ്പ് ബ്ലാക്ക്. കറുത്ത സിംഹം നമ്മുടെ ഉള്ളിലെ നിഗൂഢതകളെയും തമോ ഗുണത്തെയും പ്രതിനിധീകരിക്കുന്നു. അതിനെയും നാം ക്രിയാത്മകമായി ഉപയോഗിക്കണം. 3. ഭൗതികവും ആത്മീയവുമായ വശങ്ങൾ. ഭൗതിക തലം. വിജയത്തിൻ്റെ കാർഡാണിത്. കഠിനാധ്വാനത്തിലൂടെ തടസ്സങ്ങളെ മറികടന്ന് നീ ലക്ഷ്യത്തിലെത്തും. യാത്രകൾക്കോ അല്ലെങ്കിൽ പുതിയൊരു വാഹനത്തിനോ ഉള്ള സാധ്യതയെയും ഇത് കാണിക്കുന്നു. ആത്മീയ തലം. മനസ്സിനെ നിയന്ത്രിക്കുക, മൈൻഡ് കൺട്രോൾ. പഞ്ചേന്ദ്രിയങ്ങളെ അടക്കി നിർത്തുന്ന ജിതേന്ദ്രിയനാകാനുള്ള പാഠമാണിത്. കുതിച്ചുപായുന്ന ചിന്തകളെ ഒരു ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുക. 4. ഗുരുവിൻ്റെ ഉപദേശം ദ ഗുരുസ് വിസ്ഡം. പ്രിയ ശിഷ്യ, ദ ചാരിയറ്റ് നിനക്ക് നൽകുന്ന പാഠം സ്വയം ജയിക്കുക, വിക്ടറി ഓവർ സെൽഫ് എന്നതാണ്. പുറത്തുള്ള ശത്രുക്കളെക്കാൾ നിന്റെ ഉള്ളിലെ വിരുദ്ധ ചിന്തകളെയാണ് നീ ആദ്യം തോൽപ്പിക്കേണ്ടത്. ജീവിതത്തെ എങ്ങനെ നയിക്കാം? 1. ഏകാഗ്രത കൈവിടരുത്. ഫോക്കസ്. ലക്ഷ്യത്തിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കാൻ പലതും വരും, എന്നാൽ രഥയാത്രക്കാരനെ പോലെ മുന്നോട്ട് മാത്രം നോക്കുക. 2. വികാരങ്ങളെ നിയന്ത്രിക്കുക. നിന്റെ കോപവും സങ്കടവും കറുത്ത സിംഹം, സന്തോഷവും ആവേശവും വെളുത്ത സിംഹം നിന്നെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത്. നീ അവയെ നിയന്ത്രിക്കുക. 3. ആത്മവിശ്വാസം. എനിക്കിതിന് സാധിക്കും എന്ന ഉറച്ച വിശ്വാസം കൂടെ കരുതുക. നിന്റെ ഇച്ഛാശക്തിയാണ് നിന്റെ ഏറ്റവും വലിയ ആയുധം. സൂക്ഷ്മമായ ഒരു രഹസ്യം കൂടി. രഥത്തിന് മുൻപിലുള്ള ചിറകുള്ള ചിഹ്നവും വിങ്ഡ് ഡിസ്ക്, അതിന് താഴെയുള്ള ലിംഗയോനി പ്രതീകവും പ്രപഞ്ചത്തിലെ പുരുഷ സ്ത്രീ ഊർജങ്ങളുടെ ലയനത്തെയും ആത്മീയമായ ഉണർവിനെയും സൂചിപ്പിക്കുന്നു. ഭൗതികമായ വിജയത്തിന് പിന്നിൽ ആത്മീയമായ ഒരു അടിത്തറ വേണമെന്ന് ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്തതായി കരുത്തിൻ്റെയും ക്ഷമയുടെയും മൃഗീയ വാസനകളെ സ്നേഹം കൊണ്ട് കീഴടക്കുന്നതിൻ്റെയും പ്രതീകമായ സ്ട്രെങ്ത് 8-ാം നമ്പർ കാർഡിലേക്ക് നമുക്ക് കടക്കാം. അവിടെയാണ് നാം